പേര് ഷാജി. വീട് കൊല്ലത്ത്. കൊല്ലത്ത് എവിടെ? കൊല്ലത്ത് കടപ്പുറത്ത് വാടി കടപ്പുറത്തായിരുന്നു. അതെ. അച്ഛന്റെ അമ്മയുടെ പേരോ? അച്ഛന്റെ പേര് പാപ്പൻ. അമ്മയുടെ പേര്? അമ്മയുടെ പേര് കുഞ്ഞമ്മ എന്ന് പറയും. ചേട്ടനന്മാരൊക്കെ ഉള്ളേ? അവരാരില്ല, എല്ലാവരും മരിച്ചത്. അവര് പേരെന്തായിരുന്നു? അവരുടെ പേര് ഷണി ബാബു. ഷണിയും ബാബു. ചേച്ചി അനിയത്തിമാരുണ്ടോ? അവരാരില്ല. അവരാരുമില്ല. സ്ഥലം എന്തിനുണ്ടായിരുന്നോ? അത് സ്ഥലം ഉണ്ടായിരുന്നു. അത് നേരത്തെ 15 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ ചേട്ടൻ എന്തോരം ഉണ്ടായിരുന്നു? അത് എനിക്കൊന്നും തന്നില്ല. അവരെന്ത് ചെയ്തു? അവര് കൈക്കലാക്കി ഞാൻ പോകുന്നവർക്ക്. അല്ല, അവര് ചേട്ടനെ പറ്റിച്ചവര് മേടിച്ചോണോ? അല്ല, എങ്ങനെയാണ് സംഭവം? എന്താണ് സംഭവം? അവര് മേടിച്ചു. അത് അവരുടെ ഇല്ല, അവരുടെ കയ്യിലാണ്. ചേട്ടൻ അതിന്റെ ഓഫീസും തന്നില്ലേ? ഇല്ല, ഒന്നുമില്ല. ചേട്ടനൊക്കെ മരിച്ചു പോയില്ലേ. പിന്നെ ചേട്ടത്തി മക്കളും വഴക്കായിരുന്നു. ചേട്ടത്തി മക്കളും വഴക്കായപ്പോ വീട്ടിൽ ചേട്ടന് പുറത്താക്കി വീട്ടിൽ. കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിഞ്ഞോ? ഇല്ല, കല്യാണം കഴിഞ്ഞില്ല. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 53 വയസ്സ്. 53 വയസ്സായി. ഐഡിയ പ്രൂഫ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഒന്നുമില്ല. ഇപ്പൊ എല്ലാം പോയി. ഓർമ്മയില്ല, നമ്പരൊക്കെ എല്ലാം പോയി, നഷ്ടപ്പെട്ടു പോയി. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ഇവിടെ വന്നിട്ട് തന്നെ പണിയൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കുമായിരുന്നു. അന്നേരം ഇപ്പൊ പണി വളരെ കുറവായി. ഭയങ്കര എന്ത് പണിയൊക്കെ കിട്ടാറ് സാറിന്? ഇവിടെ കൂലിപ്പണികളൊക്കെ ചെയ്യുമായിരുന്നു. കൂലിപ്പണിയൊക്കെ അല്ലേ? ഇവിടെ ഈ ഭാഗത്തൊക്കെ പരിചയമുണ്ടോ? എന്നെ കണ്ടറിയാവുന്നവരാണ് ഒത്തിരി പേര്. പക്ഷെ ഇപ്പൊ പണികളൊന്നും ഇല്ലാത്ത കാരണം. അപ്പൊ എത്ര ഇവിടെ എത്ര ദിവസമായി വന്നിട്ട്? അവിടെ വന്നിട്ട് 35 വർഷമായി. ഈ ഭാഗത്ത് വന്നിട്ട്? ഈ ഭാഗത്ത് വന്നിട്ട് 30 വർഷം. എറണാകുളം, തൃപ്പൂണിത്തുറ, ഇവിടെയൊക്കെ ഞാൻ പണി അന്വേഷിച്ചൊക്കെ വരുന്ന. ഇവിടെയൊക്കെ ഓരോ പണികളൊക്കെ ചെയ്തിട്ടുള്ള, കപ്പക്കച്ചവടം ഒക്കെ ചെയ്തിട്ടുള്ള അങ്ങേറ്റത്തെ അമ്മയിലൊക്കെ. അപ്പൊ അതുപോലെ എന്തെങ്കിലും ചെറിയൊരു കച്ചവടം എന്തെങ്കിലും എടുത്ത് ചെയ്തുകൂടെ? ഒന്നും ഒരു രക്ഷയില്ല, ഒന്നും കിട്ടുന്നില്ല. വെള്ളം അടിക്കോ? ഇല്ല, മദ്യപിക്കില്ല. വീടിരിക്കോ? വീടിയില്ല. വേറെ വെറുതെ ചോദിച്ചു. അപ്പൊ ഓണി പിടിച്ചിട്ട് എന്നാ അറിയോ, നമ്മള് കള്ളത്തരമൊന്നുമില്ല. ഇല്ല, കള്ളത്തരത്തിനല്ല. ഇപ്പൊ ഇത്രയും പ്രായക്കായില്ലേ, നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? നാട്ടിൽ പോത്തില്ലേ? നാട്ടില് ഏറ്റവും അടുത്തുള്ള കൂട്ടുകാരൊക്കെ ഇല്ലേ? അവരെല്ലാം കൂടെ കൂടിയാ നമ്മളെ തുടച്ചത്. കൂട്ടുകാരുടെ പേരെന്താണ്? അവര് നേരത്തെ തന്നെ അവരോടെല്ലാം ചെന്ന് ബന്ധക്കാരോടെല്ലാം പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ കൂടിയാണ് ഇങ്ങനെ വശം വെച്ചു കൊടുത്തത്. അല്ല, ചേട്ടന്റെ ഏറ്റവും അടുത്തുള്ള കൂട്ടുകാരുടെ പേര് പറയാമോ? രണ്ടാളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് ബിനോയി എന്നൊക്കെ പറയുന്നത്. ബിനോയിയുടെ വീട് നമ്മളെ വീടിന്റെ അടുത്താണ്. നിങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ മുതൽ പഠിച്ചു വന്ന ആൾക്കാരാണോ? അല്ല, വീടിനടുത്തുള്ളൂ. മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് കമ്പനി കൂടും കൂട്ടുകൂടും, അത്രേ ഉള്ളൂ. ബിനോയ് ഇപ്പൊ കണ്ടാൽ മിണ്ടാറൊക്കെ ഉണ്ടോ? വർത്തമാനം പറയാറുണ്ടോ? അറിയോ കണ്ടതിനാ? ഇല്ല, 35 ചെറുപ്പത്തിലെ കൂട്ടാ പറഞ്ഞു. ചെറുപ്പത്തില് 35 വർഷം മുമ്പ് കൂട്ടാണ്. അവരാരെങ്കിലും തിരക്കാറുണ്ടോ? ആരെങ്കിലും അറിയാറുണ്ടോ? ഇല്ല, ആരെയും കാണാറില്ല. അങ്ങോട്ടൊന്നും പോകാറില്ല. ഇനിയുള്ള കാലം ഇവിടെ തന്നെ. ഇങ്ങനെ നടക്കുന്നതിന് വിഷമമുണ്ടോ? ഇങ്ങനെ നടക്കേണ്ട അവസ്ഥ ഒന്നും ഇപ്പൊ? അതല്ല, അത് നമ്മുടെ ഒരു പരിശ്രമം കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നമ്മുടെ ഒരു കാലക്കേടെന്ന് കണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും വർഷം കൊണ്ട് നമുക്കൊന്നും ഒരു രക്ഷപ്പെടാൻ പറ്റിയില്ല. സാധാരണ എല്ലാ ദിവസവും കിടക്കുന്നത് എവിടെയാണ്? എവിടെയും കിടക്കുന്നതിലേക്ക് കിടക്കും, റെയിൽവേ സ്റ്റേഷനൊക്കെ കിടക്കും. ഇപ്പൊ അടുത്തൊരു 6 മാസമായിട്ട് കിടക്കുന്നത് എവിടെയാണ്? ഇപ്പൊ കിടക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ എവിടെ? നോർത്തോ സൗത്തോ അതോ? നോർത്ത്. അപ്പൊ ഇന്നിപ്പോ നോർത്തിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തി? നടന്നെത്തി. അത് എത്ര മണിക്ക് നടന്നോളൂ നോർത്തിൽ നിന്ന്? അത് അവിടുന്ന് രാവിലെ നടക്കും. ഇനി അപ്പൊ തിരിച്ച് എല്ലാ ദിവസവും നോർത്തിൽ തന്നെയാണ് കിടക്കുന്നത്? അങ്ങനെയല്ല, നമ്മൾ ഇനിയിപ്പോ ചെല്ലുമ്പോ എവിടെയെങ്കിലും ഇരുട്ടാകുമ്പോ അവിടോട്ട് ആ കടത്തിനെ കയറി കിടക്കും. എല്ലാവരും കറങ്ങി നടന്നു പോവില്ലേ, നമുക്ക് ലക്ഷ്യമില്ലല്ലോ. എങ്ങനെ ആൾക്കാരെ പോലീസുകാർ ഉപദ്രവം എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. നാട്ടുകാരൊക്കെ ജനങ്ങൾ മദ്യപിക്കുന്ന കുറെ ആളുകൾ സമൂഹത്തിൽ ദോഷം ചെയ്യുന്നവരുണ്ട്, അത്രേ ഉള്ളൂ. ഒരു നിരപരാധി ഒന്നും ചെയ്യാതെ സാധുക്കളെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ചോദിക്കുക, തീപ്പെട്ടി ചോദിക്കുക, കൊടുത്തില്ലേ തല്ലു, അങ്ങനെയുള്ള മദ്യപാനികൾ കുറച്ച് പേര്. അനുഭവം ഉണ്ടോ? അത്രയും പ്രശ്നങ്ങൾ നൂറ് അനുഭവങ്ങളല്ല. നമ്മള് ഒന്നിനും അങ്ങോട്ട് പോകണ്ട, പക്ഷെ ഇങ്ങോട്ട് വരും പ്രശ്നം. വെള്ളടിക്കൂല.
എവിടെ കിടന്ന എല്ലാവരും നോർത്തിക്കണം. എന്തെല്ലാം പോവാനുള്ള വഴികളൊക്കെ എല്ലാം അറിയാമോ ഈ ഭാഗത്തുകളൊക്കെ? അവിടെയുള്ള വഴിയൊക്കെ അറിയാം. എല്ലാ ഭാഗങ്ങളൊക്കെ സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി വിശ്വാസത്തോടെ എന്തെല്ലാം തൊഴിൽ ചെയ്തിട്ടുണ്ട്? തൊഴില് ഒരു 30 വയസ്സ് മുതല് തൊഴിലെന്ന് പറഞ്ഞാൽ കച്ചവടമായിട്ടും എല്ലാനായിട്ടും ഒരുപാട് കൂലിപ്പണികള് കച്ചവടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ കച്ചവടം, ചക്ക കച്ചവടം, തേങ്ങ കച്ചവടം, ഷർട്ട് കച്ചവടം, ഇങ്ങനെയുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. ലോട്ടറി കച്ചവടമൊക്കെ ചെയ്തിട്ടുണ്ട്. കൂലിപ്പണികളായ വാർക്കപ്പണി, കോൺക്രീറ്റ് പണി, മണ്ണ് ലോറിയായാലും മണ്ണ് കയറ്റിങ്ങുള്ള പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പെയിന്റിങ്, വെൽഡിങ്, വയറിങ്, പ്ലംബിങ് ഇങ്ങനെയുള്ള പണിക്കൊക്കെ പോയിട്ടുണ്ട്. രക്ഷപ്പെട്ടിട്ടില്ല. 2 നാൾ പണി കിട്ടിയാൽ 6 നാൾ പണി കാണത്തില്ല, അല്ലെ 10 നാൾ 15 നാൾ പണി കാണത്തില്ല. 2 ദിവസത്തെ പണി കഴിഞ്ഞാൽ പിന്നെ കുറെ നാളത്തേക്ക് ആ പൈസ തീർന്നാലും പട്ടിണിയായാലും കുടിക്കാനും കഴിക്കാനും ഇല്ലാതെ വന്നാൽ പോലും പണി കാണത്തില്ല. എത്ര സമയം ഭക്ഷണം എടുക്കുന്നുണ്ട്? ഭക്ഷണം കഴിക്കാതെ കിടന്നതിനല്ലേ കണക്കുമല്ലോ. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ എത്ര ദിവസമായി? ഇപ്പോൾ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഭക്ഷണം ഇല്ല, ഇപ്പൊ ഇല്ല, കുറവാണ്. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഇപ്പൊ ഈ ഇവിടെ ചോറ് ഇപ്പൊ ഭക്ഷണമൊന്നും ഇവിടെ ഒന്നും ഇല്ല. ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പാവങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പണിയില്ലാതെ വരുമ്പോ അതൊക്കെ എവിടെയും കൊടുക്കുവാണെങ്കിൽ കിട്ടുമായിരുന്നു. അതൊന്നും ഇല്ല. ഇന്നലെ ഭക്ഷണം കഴിച്ചോ? വൈകിട്ട് കഴിച്ചില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ശാലും ചോറ് ഒരാൾ തന്നു, ചോറ് കഴിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചു. സന്തോഷമായില്ലേ? സന്തോഷം. എനിക്കറിയാം മനുഷ്യരെ സ്നേഹിക്കാൻ, മനുഷ്യനോട് ജീവനോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്തായാലും ഉദ്ദേശിക്കാറുന്നല്ല. ചേട്ടന്റെ സ്ഥലം പോയി എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇത് എങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ചേട്ടനെ അറിയുന്ന ആൾക്കാരെല്ലാം അന്വേഷിച്ച് വന്ന് ആ സ്ഥലം എങ്ങനെ ചേട്ടൻ ചെട്ടാണെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ വെച്ചിട്ടാണ് അത് നമുക്ക് ഉപേക്ഷിച്ച് പോകുന്നതാണ്. അതൊക്കെ ഇനിയിപ്പോ വർഷങ്ങളായില്ലേ, അതൊന്നും വലിയ ഒരു കാര്യമാണ്.